അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, പരിശുദ്ധമായ ഇസ്ലാം ശുദ്ധിയുടെ മതമാണ്. ഇസ്ലാം പ്രകൃതിയുടെ മതമാണ്. പ്രകൃതി മതമായ ഇസ്ലാം ശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയോട് അവൻ സ്ഥിരമായി പാലിക്കേണ്ട, നിർവഹിക്കേണ്ട ചില പ്രത്യേക മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർ അതിനെ സുനനുൽ ഫിത്ര, പ്രകൃതി മര്യാദകൾ എന്ന് ഹദീസിൽ നിന്ന് ഗുണപാഠമെടുത്തുകൊണ്ട് പറയാറുമുണ്ട്. അത്തരത്തിൽ പ്രകൃതി മര്യാദകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മര്യാദയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു സുന്നത്തുമാണ് പല്ല് തേക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്, ലൗല അൻ അശുഖ അല ഉമ്മത്തി ലഅമർതഹും ബിസ്സിവാക്ക്. എൻ്റെ ഉമ്മത്തിന് പ്രയാസമാകില്ലായിരുന്നെങ്കിൽ ഞാൻ അവരോട് പല്ല് തേക്കുന്ന വിഷയത്തെ കൽപ്പിക്കുമായിരുന്നു, അഥവാ അത് നിർബന്ധമാക്കുമായിരുന്നു എന്നാണ്. ഇത് നമസ്കാരത്തിൻ്റെ കൂടെയെന്നും വുദുവിൻ്റെ കൂടെയെന്നുമെല്ലാം വ്യത്യസ്തങ്ങളായ റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ബുദ്ധിമുട്ടിനെ, പ്രയാസത്തെ മുന്നിൽ കണ്ട് മാത്രമാണ് ഈ പ്രവൃത്തി നിർബന്ധമാക്കാതിരുന്നത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രഷ് കയ്യിൽ വെക്കാനോ അതല്ലെങ്കിൽ അറാക്കോ മറ്റോ പോലെയുള്ള പല്ല് തേക്കുന്ന വസ്തുക്കൾ കയ്യിൽ വെച്ച് നടക്കാനോ ഒരു ബുദ്ധിമുട്ടില്ല എങ്കിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ ശീലമാക്കുകയും പരമാവധി സന്ദർഭങ്ങളിൽ പല്ല് തേക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ പല്ലു തേക്കുക എന്ന പ്രവൃത്തിക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ശ്രേഷ്ഠതകളും അത് നിർവഹിക്കേണ്ട പ്രത്യേക സന്ദർഭങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അക്സർതു അലൈക്കും ഫിസ്സിവാക്ക്. പല്ല് തേക്കുന്ന വിഷയത്തിൽ നിങ്ങളിൽ ഏറ്റവും നന്നായി അത് അധികരിപ്പിക്കുന്ന വ്യക്തി ഞാനാകുന്നുവെന്നാണ്. മറ്റൊരിക്കൽ പ്രവാചകനെ പറഞ്ഞത്, അസ്സിവാക്കു മത്ഹറത്തുൽ ഫമി മർലാത്തുൽ റബ്ബ്. പല്ല് തേക്കുക എന്ന് പറഞ്ഞാൽ അത് വായക്ക് ശുദ്ധിയും റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് തൃപ്തിയുമാണ് എന്നാണ്. നമ്മുടെ വായ ശുദ്ധിയാകുന്നതോടൊപ്പം തന്നെ പല്ല് തേക്കുന്ന വ്യക്തികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുകയും ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല്ല് തേക്കുന്ന വിഷയത്തെ വലതുഭാഗം കൊണ്ട് തുടങ്ങാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅജിബുഹു തയമ്മുൻ ഫീ തനഉലിഹി വ തറജ്ജുലിഹി വ തുഹൂരിഹി വ ഫീ ശഅനിഹി കുല്ലി. എല്ലാ കാര്യങ്ങളും, ചെരുപ്പ് ധരിക്കലാകട്ടെ, മുടി ചീകലാകട്ടെ, ശുദ്ധീകരണമാകട്ടെ, അതിൽ പല്ല് തേക്കലടക്കം ഉൾപ്പെടുന്നതാണ്. അതെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലതുഭാഗം കൊണ്ട് ആരംഭിക്കുമായിരുന്നുവെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രവൃത്തിയിൽ അങ്ങേയറ്റം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. മാത്രവുമല്ല, പ്രത്യേകമായി പല്ലു തേക്കുക എന്ന പ്രവർത്തനം സുന്നതാക്കുന്ന സന്ദർഭങ്ങളും നമുക്കുണ്ട്. അതിലേറ്റവും ഒന്നാമത്തേത് നമസ്കാരത്തിൻ്റെ സമയത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗല അൻ അശുഖ അല ഉമ്മത്തി ലഅമർതഹും ബിസ്സിവാക്കി ഇൻദ കുല്ലി സ്വലാ. എല്ലാ നമസ്കാരത്തോടൊപ്പവും നാം പല്ല് തേക്കൽ നിർബന്ധമാക്കുമായിരുന്നു, എൻ്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടില്ലായിരുന്നുവെങ്കിൽ എന്നാണ്. രണ്ടാമത്തേത് വുളൂ ചെയ്യുന്ന സന്ദർഭത്തിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗല അൻ അശുഖ അല ഉമ്മത്തി ലഅമർതഹും ബിസ്സിവാക്ക് മഅ കുല്ലി വുളൂഇൻ. എല്ലാ വുളൂവിൻ്റെ കൂടെയും നാം അവർക്ക് പല്ലു തേക്കൽ നിർബന്ധമാക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പല്ലു തേക്കൽ പ്രത്യേകം സുന്നത്തുള്ള മൂന്നാമത്തെ സന്ദർഭം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഫ്വാഹക്കും തുർഖുൽ ഖുർആൻ. നിശ്ചയമായി നിങ്ങളുടെ വായ എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വഴിയാണ്, വാതിലാണ്. അതുകൊണ്ട് ഫത്വയ്യിബൂഹ ബിസ്സിവാക്ക്, നിങ്ങൾ ആ വഴികളെ പല്ല് തേക്കൽ കൊണ്ട് ശുദ്ധീകരിക്കണം, സുഗന്ധപൂരിതമാക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഞ്ചാമത്തേത് ഉറങ്ങി എഴുന്നേറ്റാൽ പല്ല് തേക്കുക എന്നത് പ്രവാചകന് പ്രത്യേകമായി സുന്നത്താക്കിയിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ മിനൻ നൗമി യശൂസു ഫാഹു ബിസ്സിവാക്ക്. പ്രവാചകൻ ഉറങ്ങി എഴുന്നേറ്റാൽ അവിടുത്തെ വായ പല്ല് തേക്കാറുണ്ടായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഹുദൈഫ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു സന്ദർഭം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ദഖല ബൈതഹു ബദഅ ബിസ്സിവാക്ക്. ഒരു വീട്ടിലേക്ക് യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാൽ പ്രവാചകൻ ആദ്യം ചെയ്തിരുന്ന പ്രവൃത്തി പല്ലു തേക്കലായിരുന്നു. തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി മുന്നൊരുക്കം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പ്രവാചകൻ ഇത് ചെയ്യാറുള്ളത് എന്ന് ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എപ്പോഴൊക്കെ നമ്മുടെ വായയുടെ ഗന്ധം വ്യത്യസ്തമാകുന്നുവോ, അത് ഭക്ഷണം കഴിച്ചാലാകട്ടെ, അല്ലെങ്കിൽ ദീർഘമായ ഉറക്കത്തിന് ശേഷമാകട്ടെ, ദീർഘമായ മൗനം ദീക്ഷിച്ചാലാകട്ടെ, നമ്മുടെ വായയുടെ ഗന്ധം മാറി ദുർഗന്ധമാകുന്ന സന്ദർഭങ്ങളിലെല്ലാം പല്ല് തേക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താക്കിയിട്ടുണ്ട്, പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അതിനാൽ അതിമഹത്തായ ഈ പ്രവർത്തനം നമ്മൾ ജീവിതത്തിൽ ശീലമാക്കാൻ ശ്രദ്ധിക്കുക.
എപ്പോഴും വായ ശുദ്ധിയുള്ളവരായി നടക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു തൃപ്തിപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിന് വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.